രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ ലോകപ്രകാരം മനുഷ്യ അവതാരം ചെയ്ത ക്രിസ്തുവിന്റെ മരണവും പുനരുത്ഥാനവും വ്യക്തമായി ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചറിയിച്ചുകൊണ്ട് വിശുദ്ധ ബൈബിൾ നമ്മുടെ മുമ്പിലുണ്ട്. ആർക്കെങ്കിലും അത് കിട്ടാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സമീപം വരിക, ഞങ്ങൾ നിങ്ങൾക്ക് തരാം. നിങ്ങൾ കൊണ്ടുപോയി വായിച്ചു നോക്കുക, വിളിച്ചു പറയുന്നത് സത്യമോ മിഥ്യയോ എന്ന്. അതേ പ്രിയമുള്ളവരെ, തിരുവചന പ്രകാരം ജനിക്കുകയും മരിക്കുകയും അടക്കപ്പെടുകയും ഇന്നും ജീവിച്ചിരിക്കുകയും ഇന്നുമായ യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വേണ്ടി അവിടുന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു. ഈ ശബ്ദപരിധിക്കുള്ളിൽ എന്നെ ശ്രമിക്കുന്ന വാത്സല്യ സ്നേഹനിധികളായ ദേശനിവാസികളെ, രോഗത്താൽ ഭാരപ്പെട്ട് നിങ്ങൾ കഴിയുന്നുവോ? ലോകവൈദ്യന്മാർ തള്ളിക്കളഞ്ഞിരിക്കുന്ന അനേക രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ട് യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമാണ്. കടത്താൽ ഭാരപ്പെട്ട് കടത്തിനൊരു വിമോചനമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ജപ്തി നോട്ടീസിന്റെ പടിക്കൽ ഇരിക്കുന്ന പ്രിയ സ്നേഹിത, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് അറിഞ്ഞുകൊള്ളണം. നിനക്ക് നിന്റെ ഹൃദയത്തെ, യേശുവേ, എന്റെ അറിവില്ലായ്മയുടെ കാലം കൊണ്ട് ഞാൻ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ അറിവുകേടുകളും അറിഞ്ഞുകൊണ്ടായാലും വന്നുപോയത് തെറ്റായി പോയി എന്ന് ഹൃദയം കൊണ്ട് അത് ഏറ്റുപറയുവാൻ കഴിയുന്നുവെങ്കിൽ നിന്റെ സമീപം എന്റെ യേശു കടന്നു വരും. അതേ പ്രിയമുള്ളവരെ, യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. രക്ഷയ്ക്കായി വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയുന്ന ഏത് വ്യക്തിയുടെ ജീവിതത്തിലും ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകും. അതേ പ്രിയമുള്ളവരെ, ഈ ദേശത്ത് ആരെയൊക്കെയോ യേശു സ്നേഹിക്കുന്നു. നിത്യ നരകാഗ്നിയിൽ പെട്ടുപോകാതെ നിത്യരാജ്യത്തിന് അവകാശിയായി തീരുവാൻ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ യേശു ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഹൃദയം ഒന്ന് വിട്ടുകൊടുക്കുക. നിങ്ങൾ അതിനു വേണ്ടി ഒരു നേർച്ചയും കഴിക്കേണ്ട, ഒരിടത്തും പോകേണ്ട, ഒരു കാഴ്ചയും ചെയ്യേണ്ട. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതേ പ്രിയമുള്ളവരെ, ഈ സത്വാത്മമാണ് നിങ്ങളെ അറിയിപ്പാൻ അത്രേ ഞങ്ങൾ ഇവിടെ കടന്നു വന്നത്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു അത്രേ സുവിശേഷം. ആ സുവിശേഷത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്നാൽ പാപപങ്കിലുമായി ലോകത്തിൽ ജീവിക്കുന്ന സ്നേഹിത, മദ്യത്തിനായി അടിമപ്പെട്ട് മയക്കുമരുന്നിന് അടിമയായി ഒരു വിധത്തിൽ നേരെ നിൽക്കുവാൻ കഴിയുന്നില്ല. അമ്മയപ്പന്മാർ അറിയാതെ, ഭാര്യ അറിയാതെ, ഭർത്താവ് അറിയാതെ ചെയ്തു കൂട്ടിയ നിന്റെ പാപത്തിന്റെ ആ കടും ചുവപ്പ് മാറ്റിക്കളയുവാൻ എന്റെ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് കഴിയും. അതേ പ്രിയമുള്ളവരെ, യേശുവിൽ വിശ്വസിക്കുവാൻ ഈ സമയം നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ കൊണ്ടുവന്നതാ. മറ്റൊരുത്തനിന് രക്ഷയില്ലെന്നുള്ള സത്യം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. ഇതാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ഇപ്പോൾ കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ, ഞാനൊരു പാപിയാണ്, അറിയാതെ കാലങ്ങളിൽ വന്നുപോയത് തെറ്റുകുറ്റങ്ങളെ എന്നോട് ക്ഷമിക്കണമേ എന്ന് ഹൃദയം കൊണ്ട് ഒരു കണ്ണുനീരിന്റെ കണ്ണിൽ നിന്ന് പൊഴിഞ്ഞു വീണാൽ നീ രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കും. അതേ പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെടുന്നവരുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെടും. ഇന്ന് ലോകം ആഘോഷിക്കുന്നത് ഒരു പൊൻതൊട്ടിയിലേക്ക് വരുന്ന യേശുവിനെ അല്ല. ഇനി നാം ലോകം കാണുവാൻ പോകുന്നത് നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് പോയ യേശു ഇപ്രകാരം പറഞ്ഞു, ഞാൻ പോകുന്നത് പോലെ മടങ്ങി വരും, ഞാൻ മടങ്ങി വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അതേ പ്രിയമുള്ളവരെ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി ആകാശത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടുകൂടെ ആകാശ മേഘങ്ങളിൽ യേശുവിനെ എതിരേൽപ്പാൻ എഴുതപ്പെടും. പ്രിയ സഹോദര, ഈ ഒരു അനുഭവമാണ് ഇനി നമുക്ക് ലോകത്തിൽ കാണുവാനുള്ളത്. വിശുദ്ധ ബൈബിൾ നമ്മളെ അത് തന്നെ പഠിപ്പിക്കുന്നു. ആകയാൽ പ്രിയരെ, യേശുവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഈ സമയം വൃഥാവാക്കി കളയരുത്. ഇതാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ഇപ്പോൾ എവിടെയും ഏവരും രക്ഷിക്കപ്പെടണമെന്ന് ദൈവത്തിന്റെ നിശ്ചയമാണ്. വഴി
വഴിയും സത്യവും ജീവനും ഞാനാകുന്നു അരുളി ചെയ്ത യേശു കർത്താവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി ദേശനിവാസികളെ ഈ സത്യപാതയിലേക്ക് കടന്നു വരുവാൻ ഈ യേശുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അതേ പ്രിയമുള്ളവരെ, ഇന്ന് ലോകം കണ്ടുപിടുത്തങ്ങളുടെ അത്യുച്ചകോടിയിലെത്തിയിരിക്കുകയാണ്. എന്നാൽ മനുഷ്യന്റെ